കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തില് കലാവതി മുത്തശ്ശി വരുന്നുണ്ട് രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചന്ദ്രമതിയെ പഞ്ഞിക്കിടുന്നുണ്ട്. അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും പിന്നീട് രേവതിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആയിട്ട് സച്ചി വരുന്നുണ്ട്. രേവതിയോട് പണ്ടത്തെ പോലെയല്ല, ഇച്ചിരി അടുപ്പങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് സച്ചിക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും ചന്ദ്രമതി വളരെ ക്രൂരമായിട്ടാണ് രേവതിയോട് പെരുമാറിയത്. അരി എടുക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് അടുക്കളയിൽ നിന്ന് തന്നെ ആട്ടി പായച്ചു വിടുക ചെയ്യുന്നത്. രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ചമ്മ വിളിക്കുന്നത്. അങ്ങനെ കോളെടുത്ത് കഴിഞ്ഞപ്പോൾ രേവതി കരയുകയോ ചെയ്തേ. കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പം കലാവതി മുത്തശ്ശിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ രേവതി ഇങ്ങനെ കരയില്ല. എന്താ കാര്യം മോളെ, കാര്യം എന്താന്ന് പറ. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഒന്നുമില്ല അച്ചമ്മേ. എന്താ സച്ചി എന്തേലും വഴക്ക് പറഞ്ഞു മോളെ? ഇല്ല പിന്നെ ആരാ, ചന്ദ്രമതിയാണ് നിൽക്കും. എന്താ കാര്യം? പിന്നീട് അടുക്കളയിൽ നടന്ന വിഷയങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ മോളെ അതൊക്കെ കേട്ടോണ്ടെന്ന്? നിനക്ക് രണ്ടെണ്ണം തിരിച്ചങ്ങോട്ട് പറയാൻ മേലായിരുന്നു. നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ചോദിക്കുകയാണ്. അല്ല അച്ചമ്മ, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നിയില്ല. അച്ചമ്മയ്ക്ക് അറിയാലോ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. അതവളുടെ ധൈര്യം. അവൾ ഇതല്ല ഇതിലപ്പുറം പറയുന്നവളാ. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവൾ എൻ്റെ മോനെ എന്നെയും തട്ടിയെടുത്തോണ്ട് പോയവളാ, അറിയാവോ? അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. നീ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നും നിനക്ക് അങ്ങനെയോ നിൽക്കാനോ സമയം കാണുള്ളൂ. നമ്മുടെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങാൻ ഒരു കാരണവശാലും നീ സമ്മതിക്കരുതെന്ന് പറയാം. എനിക്ക് പറ്റില്ല അച്ചമ്മയെന്ന് പറയണം. എന്നാലും എനിക്കിത് അച്ചമ്മയോടല്ലാതെ വേറെ ആരോടും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവ അമ്മ ഒത്തിരി അധികം വിഷമിക്കും. അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയോട് പറഞ്ഞത്. സാരമില്ല മോളെ, ഒരു പ്രശ്നമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. അല്ല എന്ത് പരിഹാരം? അതൊക്കെ എന്തൊക്കെ മോള് നോക്കിക്കോ, നാളെ ആട്ടെ എന്ന് പറയാണ്. രേവതിക്കൊന്നും മനസ്സിലായില്ല. നാളെ എന്താ അച്ചമ്മ, അതൊക്കെ കണ്ടോളാൻ പറയണം. എന്നാൽ ശരി അച്ചമ്മയെന്നും പറഞ്ഞ് രേവതി ഫോൺ വെക്കുവാണ്. പിന്നീട് നേരെ ഹാളിലേക്ക് വരാൻ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാൻ. ഒന്നുമില്ല. അല്ല എന്തോ പ്രശ്നമുണ്ടല്ലോ, നീ എന്താ കരഞ്ഞോന്ന് ചോദിക്കാണ്. ഒന്നുമില്ലാന്ന് പറയണം. സത്യം പറ, അമ്മ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്ന് രവീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. ഒന്നും പറഞ്ഞില്ല, ഞാനത് അടുക്കളയിലെ കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു. അതാണ് കാര്യം. ഇതൊക്കെ സ്വാഭാവികല്ലേ, സാധാരണ എല്ലാവരും കണ്ണ് നിറയുന്നത്, അത്രേ ഉള്ളൂ. ഞാനോർത്ത് എന്തോ വലിയ വിഷയമായിരിക്കും എന്ന് ഓർത്തു. പെട്ടെന്ന് രേവതി എന്ത് ചെയ്യുക, നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം സച്ചി രവീന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അടുക്കളയിൽ നിന്ന് രേവതി പറഞ്ഞു, ഇപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കി തരാട്ടോ, കുറച്ച് സമയം കൂടെ മതി എന്ന് പറയാണ്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതെ അത്ര സമയമൊന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോയാൽ ഒരു ഓട്ടം വന്നിട്ടുണ്ടെന്ന് പറയാം. അല്ല കുറച്ച് സമയം കൂടെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോകുമ്പോൾ രേവതിക്ക് വല്ലാത്ത സങ്കടം ഒന്ന്. രേവതി അടുക്കളയിൽ നിന്ന് കരയുവാണ്. ഈ സമയത്ത് ചന്ദ്രമതിയുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നിന്റെ കാര്യത്തിനൊരു തീരുമാനം വേണം. സച്ചി വന്ന് അവളോട് ചോദിച്ചു കേട്ടില്ല, അവളുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത്, കരഞ്ഞിട്ടുണ്ടോന്ന്. എങ്ങാനും നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നെ സച്ചി നിന്നെ എടുത്തിട്ട് പഞ്ഞി കിട്ടാനും ഒരു വഴക്കുണ്ടാനായിട്ട് അത് മതി. സാധാരണ നിന്റെ സ്വഭാവമൊക്കെ വെച്ചിട്ടാണ് നീ ഒക്കെ ഇങ്ങനെ പറഞ്ഞാനോ, അറിയാലോ. പക്ഷെ അവൾ അങ്ങനെയല്ല. അവളുടെ മനസ്സിന്റെ നന്മ ഇപ്പം മനസ്സിലാക്കേണ്ടത്. ഒരു പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാവേണ്ടെന്ന് കരുതിയ. സാധാരണ വീട്ടില് പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാർ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാം പറഞ്ഞു കൊടുക്കും, ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളെ. കാരണം ഇങ്ങനെയൊക്കെ സഹിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടികളും ഇരിക്കില്ല. അത് നീ മനസ്സിലാക്കണം. നീ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ ഇടാൻ പാകത്തിന് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിനക്ക് വരുമല്ലോ, 2 മരുമക്കളോടെ വരുള്ളൂ. അപ്പൊ നീ പഠിച്ചോളൂ എന്ന് പറയണം. പിന്നെ എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു രേവതി പുരാണം തുടങ്ങിയെന്ന് പറയണേ. രേവതി പുരാണം ഒന്നുമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മേലാല് എന്തെങ്കിലും രേവതിയുടെ ഇമാതിരി രീതി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം എന്താ നീ അറിയൂന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോണം. ചന്ദ്രമതിക്ക് അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് രേവതി അടുക്കള കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, പോട്ടെ മോളെ, അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, മോളൊന്നും ഓർത്ത് സങ്കടപ്പെണ്ടെന്ന് പറയണേ. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നിന്റെയോടൊപ്പം സച്ചി ഉണ്ടല്ലോ, പണ്ടത്തെ സ്വഭാവമാണ് സച്ചിക്ക്. നിന്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് കരഞ്ഞിട്ടുണ്ട്, സച്ചിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വന്ന് ചോദിച്ചു കേട്ടില്ല എന്ത് പറ്റിയെന്ന്. അപ്പൊ അതിനർത്ഥം എന്താ, മോളൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം മതിയല്ലോ എന്ന് പറയാണ്. രേവതിക്കും സന്തോഷം ഉണ്ടായി. കാരണം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ആ അച്ഛമ്മയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം. പിന്നീട് പിറ്റേ ദിവസം രാവിലെ രേവതി മിറ്റോയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കലാപതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. കലാപതി മുത്തശ്ശിനെ കണ്ടതും രേവതി ഓടി ചെല്ലുവാണ്. അല്ല മുത്തശ്ശി, ഇത് രാവിലെ തന്നെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതോ എന്താണെന്ന് അറിയത്തില്ല, എനിക്കാണെങ്കിൽ ഇന്നലെ വൈകുന്നേരമൊക്കെ മോളെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനക്കേടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്ന് പറയണം. മോള് വിളിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. വാ മുത്തശ്ശി, നമ്മുടെ സന്തോഷമായി രേവതിക്ക്.
അപ്പൊ ആ സമയത്ത് സച്ചി അങ്ങോട്ട് ഇറങ്ങി. ആഹാ, അച്ചമ്മയെന്നും പറഞ്ഞ് നേരെ വന്ന് കലാവതി മുത്തശ്ശിനെ അടുത്ത് വട്ടം കറക്കാൻ തുടങ്ങിയും പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ എൻ്റെ അടുത്ത് പൊക്കല്ലോ. ദേ, ഞാൻ ഇവിടെ ഒന്ന് നിന്നോട്ടെ, ഇതാ എൻ്റെ നാടല്ല ഇത്, ഇവിടെയാ. അവിടെയാണ് വല്ല ആയുർവേദ മരുന്നൊക്കെ കിട്ടിയാനെ, ഇവിടെ ഇംഗ്ലീഷ് മരുന്നൊക്കെ കൂടുതലായിട്ടുള്ളൂ. എനിക്ക് എൻ്റെ നാട്ടിലെ മരുന്ന് കഴിച്ചാലേ പിടിക്കുള്ളൂ. ഞാൻ മരുന്നൊന്നും എടുത്തിട്ടും കൂടെ ഇല്ല. അതുകൊണ്ട് എന്നെ ദൈവത്തെ ഓർത്തെടുത്ത് പൊക്കല്ലെന്ന് പറയാണ്. സച്ചി ഇത് കേട്ടപ്പോൾ ചിരിച്ചു. ബാഗൊക്കെ ഞാൻ പിടിക്കാം, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് വിളിച്ചു, അച്ഛാ ഇത് ആരാ വന്നേക്കെന്ന് നോക്കാൻ പറയണം. അങ്ങനെ രവീന്ദ്രൻ കണ്ണു തരുമ്പോ എണീറ്റ് വരുമ്പോ അമ്മേനെയാ കണ്ടത്. ആഹാ, അമ്മ ഇതെന്താ ഒന്നും വിളിച്ചു പോലും പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? എനിക്ക് പിന്നെ വരണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ഈ സമയം ചന്ദ്രമതിയും വന്നു. ചന്ദ്രമതിക്ക് ആ വരവം കൂടി ഇഷ്ടപ്പെട്ടില്ല. ഇവര് വന്നിട്ടുണ്ടോ ഇനി തന്നെ ഭരിക്കാൻ തുടങ്ങും, ആ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പെട്ടെന്ന് രേവതി പറഞ്ഞു, അല്ല അച്ചമ്മയ്ക്ക് ഞാൻ ചായ എടുത്തോണ്ട് വരട്ടെന്ന് ചോദിക്കും. ചായ വേണ്ട മോളെ, ഇപ്പം ഇച്ചിരി വെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. അങ്ങനെ പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് കുടിക്കാൻ കൊടുക്കണം. പെട്ടെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു, കണ്ടു പഠിക്ക, ഇതൊക്കെ നീ ചെയ്യണ്ട, നീ എൻ്റെ മരുമോളെന്ന് പറയുവാണ് ചന്ദ്രമതിയോട്. കണ്ടില്ലേ, അവള് വീട്ടിലേക്ക് വരുമ്പോ നിന്റെ മരുമോള് കാണിച്ചു കണ്ടോ ഒരു ആള് വീട്ടിലേക്ക് വരുമ്പോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ, അതൊക്കെ അവനോട് തോന്നേണ്ട കാര്യങ്ങളാന്ന് പറയാണ്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്താണെങ്കിലും മുത്തശ്ശിയുടെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല മരുമോളെന്നുള്ള. ഇത്രയും വർഷമായിട്ട് ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ട്, അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചിരിച്ചു. ചന്ദ്രമതിക്ക് അത് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, അല്ല അമ്മ എന്താ പെട്ടെന്ന് വന്നേ? കല്യാണമൊക്കെ അല്ലടാ വരാൻ പോന്നേ, അതുകൊണ്ട് ഇങ്ങൊന്നും. അത് മാത്രമല്ല ഇവരുടെ ശാന്തി മുഹൂർത്തം ഒന്നും കഴിഞ്ഞിട്ടില്ലോ. അപ്പൊ ശാന്തി മുഹൂർത്തം അന്ന് വെക്കാൻ നോക്കിയപ്പോ അന്ന് നടന്നില്ല. ഇനിയിപ്പോ ആ ശാന്തി മുഹൂർത്തത്തിന് ചടങ്ങുകളൊക്കെ നടത്തണ്ടേ, അതിന് ജോലിസിനെ കണ്ട് ഞാൻ തീയതി മുഹൂർത്തം കുറിപ്പിച്ചാ വന്നേക്കുന്നേ. പെട്ടെന്ന് സജ്ജു വെച്ചു, ഇതെന്താ ഇങ്ങനെ? ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ഇങ്ങനെയാന്ന് തന്നെയായിരുന്നു പറഞ്ഞത്, ഇതാണ് വീണ്ടും അച്ചമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എപ്പോഴും എപ്പോഴും ശാന്തി മുഹൂർത്തം, അതെന്താടാ ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് ചോദിക്കുകയാണ്. സച്ചിവിനെ ഒന്നും മിണ്ടിയില്ല. രേവതിന് മുഖത്തൊരു ചിരിയൊക്കെ വന്നു. രവീന്ദ്രൻ പറഞ്ഞു, ശരിയാ അമ്മ പറഞ്ഞ കാര്യം ശരിയാ, പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തണമെന്ന് പറയാം. ചന്ദ്രമതി ചോദിച്ചു, ഇപ്പൊ അതൊക്കെ വേണോ? ഇനിയിപ്പൊ കല്യാണത്തിന് തിരക്കല്ലേ, ഒരാഴ്ചയുള്ളൂ. ആ സമയത്ത് ഇനിയിപ്പോ ശാന്തി മുഹൂർത്തം ചടങ്ങുകളൊക്കെ ആയിട്ട് അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? കല്യാണം അതിന്റെ വഴിക്ക് നടന്നോളും. അല്ല സുധിയല്ലേ മൂത്തത്, അവന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോരെ. ഓഹോ അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല ഈ കാര്യത്തിന്. ഇപ്പൊ കല്യാണം കഴിച്ച ആദ്യം ആരാ? ഇവനല്ലേ, സച്ചിയല്ലേ കല്യാണം കഴിച്ചേ. അവന്റെ കാര്യങ്ങൾ ശാന്തി മുഹൂർത്തം കഴിയട്ടെ. രവീന്ദ്രൻ ശരി അമ്മ പറഞ്ഞ കാര്യം, കല്യാണം ആരുടെ ആദ്യം നടന്നോ അങ്ങനെ തന്നെ, അതൊന്നും പറിച്ചോണ്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. ചന്ദ്രമതിക്ക് അവിടെ ദേഷ്യം വന്നു. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അതെ ഞാൻ പോയി എന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നീ ഒരു ഗ്ലാസ് നല്ല ചായ എടുത്തോണ്ട് വരാൻ പറയാണ് ചന്ദ്രമതിയോട്. ഞാനോന്ന് ചോദിക്കുകയാണ്. അതെന്താ, അവിടെ വന്നപ്പോ നീ എനിക്ക് ചായ കൊണ്ടു തന്നില്ലേ, അതുപോലെ തന്നെ ഒരു നല്ല ചായ എടുക്കാൻ പറയാണ്. രേവതി പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് വരാം അച്ചമ്മേ. വേണ്ട വേണ്ട, അവൾ എടുത്തോണ്ട് വരും. മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് രേവതിനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. ഈ സമയം രവീന്ദ്രൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കൂടെ നല്ല സ്ട്രോങ് ഒരു ചായ എടുത്തോളാൻ പറയണം. പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതല്ലേലും അങ്ങനെയാ, അമ്മ വന്നു കഴിയുമ്പോഴത്തേനും അങ്ങേർക്ക് വാലങ്ങോട്ട് മുളയ്ക്കും. ഇനിയിപ്പം ഞാനിവിടെ പട്ടിയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അകത്തേക്ക് പോവാ. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം രേവതിയോട് ചോദിച്ചു, മോൾക്കൂടെ സുഖമാണെന്ന് ചോദിക്കുക. എന്ത് പറ്റി മോളെ? മോളുടെ മുഖത്ത് ആപ്പിടെ ഒരു വിഷമം ഉണ്ടല്ലോ. ഒന്നും ഇല്ലെന്ന് പറയണേ. ഇന്നലത്തെ പ്രശ്നമൊക്കെ ഓർത്തിട്ടാണോ? അതൊന്നും ഇല്ലാന്ന്, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. മോള് സമാധാനമായിട്ടിരിക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന് ശാന്തി മുഹൂർത്തം കൂടെ നടത്താനാ, അറിയാലോ. അന്ന് അത് മുടങ്ങിപ്പോയി, പക്ഷെ ഇനി അത് പാടില്ല എന്ന് പറയാണ്. പിന്നെ ഇവിടെ കുറച്ചു ദിവസം നിന്നാലോ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. ചന്ദ്രമതിക്ക് ഇച്ചിരി ഒരെല്ല് കൂടലാന്ന് തോന്നി. ഞാനിവിടെ നിൽക്കണം, അത് വേണമെന്ന് പറയണേ. രേവതി പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അച്ഛമ്മേ. എന്തിനാ ടെൻഷൻ അടിക്കണേ? മോൾ ഇവിടുത്തെ മരുമോളാ, അല്ലാതെ മോൾ അവരുടെ അടിമയല്ല. ആരെങ്കിലും പറയുന്ന കേട്ട് അവരുടെ അടിമയിലെ പോലെ കിടക്കാനല്ല മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അറിയാലോ. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ നമ്മൾ തല കുനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങുമെന്ന് പറയാം. അതൊക്കെ അറിയാം അച്ഛമ്മേ, മോള് ധൈര്യമായിട്ടിരിക്കുക. ഈ അച്ഛമ്മയല്ലേ എന്തിനും ഇതിനും മോളുടെ കൂടെയുള്ളേ. അച്ഛമ്മയ്ക്കറിയാലോ, എൻ്റെ അമ്മ പോലും ഇവിടെ അങ്ങനെ വരാറില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. വല്ലപ്പോഴും ഞാൻ വഴിക്ക് വെച്ച് കാണുന്നുള്ളൂ. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഇരിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറയണേ. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അച്ഛനും അമ്മയും അടുത്തില്ലെന്ന് വിഷമമൊന്നും വേണ്ട. ഇപ്പൊ ഞാനില്ലേ കൂടെ, എൻ്റെ അടുത്ത് എന്തോ കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞു. നീ ഒന്നൊരു മുത്തശ്ശിയായിട്ട് കാണണ്ട, സ്വന്തം അമ്മയായിട്ട് കണ്ടോളാൻ പറയണം. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. കലാവതി മുത്തശ്ശിയുടെ മടി തല വെച്ച് രേവതി അങ്ങനെ കിടക്കുവാണ്. രേവതിയുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ രേവതി കരഞ്ഞു തീർക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.